അങ്ങനെ കുറേ നാളായിട്ട് നമ്മൾ വിചാരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജൊന്ന് മാറ്റണമെന്ന്. കാര്യം കറണ്ട് കാശ് ഈടെയായിട്ട് നല്ലോണം കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിനാണ് പിഴവ് കാണുന്നത്. കാര്യം 9 വർഷമായിട്ടോ ആ ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തിനൊരു പരിധിയില്ലേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മളിതാ ഫ്രിഡ്ജ് വാങ്ങിയിരിക്കുകയാണ്. വാങ്ങിയപ്പോൾ ഒരു ഡബിൾ ഡോർ തന്നെ അങ്ങോട്ട് വാങ്ങി. അതിനൊന്നും ഇതെന്താണ് സംഭവം ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ ചുറ്റും കറങ്ങിയൊക്കെ നോക്കുകയാണ് ഇത് എന്താണ് സാധനം എന്നൊക്കെ. അപ്പോൾ ഈ സൈഡ് കണ്ടപ്പോഴത്തേനും ഞാൻ ആകെ ഒന്ന് ഷോക്കായിട്ട് ആദ്യം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ ഈ സൈഡാണ് കണ്ടത് ഗ്രേ കളർ. ഞാൻ സിൽവർ കളറാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ ചേട്ടൻ പറയുകയും ചെയ്തു സിൽവർ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഗ്രേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. സിൽവർ കിട്ടിയില്ലെങ്കിൽ ഗ്രേ നോക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ചെന്ന സമയത്ത് സിൽവർ പോയി എന്നാണ് ഞാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ആകെ ഞാൻ സാഡായിട്ടിരുന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു എന്താണ് മുഖം മാറിയിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കളറ് നോക്കിയേ ഇത് ഗ്രേ ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴായിട്ട് പറഞ്ഞാൽ ഫ്രണ്ടിൽ വന്ന് നോക്കടി സിൽവറാണ് കളർ എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൽ പോയി കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേൾപൂളിൻ്റെ ഫ്രിഡ്ജാണ് നമ്മളെടുത്ത്. നമ്മുടെ പഴയ ഫ്രിഡ്ജും വേൾപൂൾ തന്നെയായിരുന്നു കേട്ടോ. അത് സിംഗിൾ ഡോറാണേ. 9 വർഷമായില്ലേ വാങ്ങിയിട്ട്. അപ്പോൾ ആകെ നശിച്ചു. അത് കംപ്ലൈൻ്റ് ആയി തുടങ്ങി മൊത്തത്തിൽ. നമ്മുടെ പച്ചക്കറിയൊക്കെ തണുപ്പ് കൂടി ചീത്തായി തുടങ്ങിയിട്ടാണ്. ഭയങ്കരമായിട്ട് തണുപ്പ് കൂടാണ്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും റെഡി ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് കാശും കൂടുതലായതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ മാറ്റിയതാണേ. അത് കഴിഞ്ഞിട്ട് ആ ഫ്രിഡ്ജൊക്കെ തൽക്കാലത്തേക്ക് നമ്മുടെ ലിവിംഗ് റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തേ. അത് കഴിഞ്ഞ് നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അതിനോട് ഇതാ പുള്ളി വന്നിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ട് എൻ്റെ ഡയറി എടുത്തിട്ട് എഴുതുകയാണ് കേട്ടോ. വാങ്ങിയ സാധനത്തിൻ്റെ ഇതൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. എനിക്കൊരു പേഴ്സണൽ ഡയറി ഉണ്ട് കേട്ടോ. എനിക്കത് കല്യാണത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് ഒരു ഡയറി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കൂട്ടെ ഒരു ഡയറിയിൽ. എന്നിട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പോയി ടിക്ക് ചെയ്ത് വെക്കും. പിന്നെ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡയറിയാണ്. ഞാനത് ആർക്ക് വായിക്കാൻ കൊടുക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ. എനിക്കിഷ്ടമായിട്ട് ഫ്രിഡ്ജ് സിൽവർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. പിന്നെ എനിക്ക് ഒന്നും സ്പേസ് ഇല്ലെങ്കിലും എനിക്ക് വിഷയമില്ല. സിൽവർ കളർ കണ്ടതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. ഇതാണ് നമ്മുടെ പഴയ ഫ്രിഡ്ജ്. ഇന്ന് തൽക്കാലം ഫ്രിഡ്ജ് മാറ്റുന്നില്ല. നാളെ രാവിലെയാണ് നമ്മൾ ഫ്രിഡ്ജ് എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.